ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ വിഷു ഇങ്ങ് എത്തിയിരിക്കുകയാണ്. നമുക്ക് വിഷു ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് പോകാം. വിഷുക്കണി ഒരുക്കുന്നതിൽ ഏറ്റവും പ്രധാനം കണിക്കൊന്നയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ മാർച്ച് മാസം മുതലേ കണിക്കൊന്ന പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് വിഷുവിനെ വരവേൽക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കണിക്കൊന്ന പറിച്ചെടുക്കാം. കണിക്കൊന്ന നമ്മളെ വീടിൻ്റെ ചുറ്റുപാട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിലെ കണിക്കൊന്ന മരത്തിൽ നമ്മൾ പറിച്ചെടുക്കുന്നത്. പിന്നെ ചക്കയും മാങ്ങയും കൈതച്ചക്കയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറാണ് പതിവ്. കാർഷിക വിഭവങ്ങളുടെ ആഘോഷമാണല്ലോ വിഷു. അപ്പോൾ എല്ലാ കാർഷിക വിഭവങ്ങളും നമുക്ക് വിഷുവിന് വെച്ച് കണി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടുന്ന് ചക്കയും മാങ്ങയും പുളിഞ്ചിക്ക, പിന്നെ ഇവിടെ നട്ടു വളർത്തിയിട്ടുള്ള ചെടികളിൽ നിന്നൊക്കെയുള്ള കായ്കളൊക്കെ നമ്മൾ വയ്ക്കാറുണ്ട്. കൈതച്ചക്ക, സത്യം പറഞ്ഞാൽ കൈതച്ചക്കയുടെ കാര്യം മറന്നുപോയി. വൈകുന്നേരം കണി വയ്ക്കാറായപ്പോഴാണ് ഓർത്ത്, പിന്നെ തൊടിയിൽ പോയി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ഇതാദ്യത്തെ വിഷു ആഘോഷമാണ്. ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയുള്ളതാണ്. ഒരു ഇരട്ടി മധുരം എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾക്ക് തരുന്ന കൈനീട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. താങ്ക് യു. ഇനി നമുക്ക് കണി ഒരുക്കങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഹാളിലാണ് കണി വയ്ക്കുന്നത്. അപ്പോൾ ഒരു മേശ എടുത്തിട്ട് അതിൽ നേരിയത് മുണ്ട് വിരിച്ച ശേഷം ഒരു പീഠം വെച്ച് ഉണ്ണിക്കണ്ണനെ അതിലിരുത്തി. ഉണ്ണിക്കണ്ണനെ ഇരുത്തിയ ശേഷം ഉണ്ണിക്കണ്ണൻ്റെ ഒരു വശത്ത് മഞ്ചാടിക്കണ്ണൻ, മഞ്ചാടിയിലെ കൊച്ചു കണ്ണൻ, നമ്മൾ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്, അതും വച്ചിട്ടുണ്ട്. പിന്നെ ഒരു വശത്ത് ലക്ഷ്മി ദേവിയുടെ ചെറിയൊരു ബിംബവും വച്ചിട്ടുണ്ട്. ഭഗവാന്റെ ഹാരമൊക്കെ ചാർത്തി ലക്ഷ്മി ദേവിക്കും കൊച്ചു കൃഷ്ണനും എല്ലാവർക്കും പാരിജാതവും തെച്ചിപ്പൂവും ഒക്കെ വെച്ചു. പിന്നെ നമ്മൾ കണി വയ്ക്കാൻ തന്നെ ഉരുളി വെച്ചു. ഉരുളിയിൽ ഞങ്ങൾ ചക്കയും പിന്നെ മാങ്ങ, ചെറിയ അയണിച്ചക്ക, കണിവെള്ളരി, മത്തങ്ങ എന്നിവയൊക്കെയാണ് വയ്ക്കുന്നത്. പിന്നെ ഒരു താലം എടുത്ത് ഞങ്ങളതിൽ പഴങ്ങളൊക്കെ വെച്ചു. രസകദളിപ്പഴം, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, പേരയ്ക്ക, മാതളം, മാങ്ങ, അങ്ങനെ കുറച്ച് പഴങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തട്ടുമെടുത്ത് അതിൽ പച്ചക്കറികളൊക്കെ വെച്ചു. ക്യാരറ്റും ബീറ്റ്റൂട്ടും വഴുതനങ്ങയും കത്തിരിക്കയും ഉരുളൻകിഴങ്ങും തക്കാളിയും വെണ്ടയ്ക്കയും അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ അതിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഗ്രന്ഥം വയ്ക്കണമെന്ന് പറയാറുണ്ടല്ലോ വിഷുവിന്, ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥം വയ്ക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ രാമായണം ഉണ്ടായിരുന്നു. അപ്പോൾ രാമായണം പുസ്തകം വയ്ക്കുന്ന സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ രാമായണം വെച്ചു. പടവലങ്ങ എടുത്ത് ഉരുളിൽ വെച്ച് നോക്കി, പക്ഷേ അതിൽ നിൽക്കുന്നില്ല. പിന്നെ ഞങ്ങൾ തട്ടത്തിലോട്ട് മാറ്റി വെച്ചു. കൈതച്ചക്ക വയ്ക്കാനുള്ളത് പിന്നെയാണ് ആലോചിച്ചത്, ഓർത്തതും. അപ്പോൾ പിന്നെ അതിനെടുത്ത് ഉരുളിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. പുതുവസ്ത്രം അല്ലെങ്കിൽ അലക്കിയ വസ്ത്രം വിഷുവിന് വയ്ക്കണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു പുതിയൊരു നേരിയത് കസവുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് വെച്ചു. അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്വർണ്ണ മോതിരവും ഒരു നാണയവും വെച്ചു. അപ്പോൾ വിഷുവിന് പറയാറുണ്ട്, നമ്മൾ കണി കാണുമ്പോൾ സ്വർണ്ണത്തിലുള്ള എന്തെങ്കിലും, അതുമാത്രമല്ല നാണയവും വയ്ക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അതും ഇവിടെ വെച്ചിട്ടുണ്ട്. മഞ്ഞക്കോടി ഞങ്ങൾ ഭഗവാൻ ഉടുത്തു കൊടുത്തില്ല. അത് മഞ്ഞക്കോടി ചുറ്റിയൊരു ബിംബമാണ് ഞങ്ങളിലുള്ളത്. അപ്പോൾ അതിൽ ആ ഉടയാടകൾ മറയുന്ന രീതിയിൽ ചുറ്റി കൊടുക്കാതിന് പകരം ഞങ്ങൾ ഭഗവാൻ ഇരുത്തിയ പീഠത്തിൽ മഞ്ഞ പട്ട് വിരിച്ചിട്ട് അതിലാണ് ഭഗവാനെ ഇരുത്തിയിരിക്കുന്നത്. വിളക്ക് അണഞ്ഞു പോകാൻ പാടില്ലെന്ന് പറയും രാവിലെ കണി കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിറയെ എണ്ണ ഒഴിച്ച് വേണം വിളക്ക് കത്തിച്ച് വയ്ക്കാൻ. രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ അണഞ്ഞ വിളക്ക് കണി കാണാൻ പാടില്ലെന്ന് പറയും. അത് മാത്രമല്ല, നമ്മൾ ഭഗവാനെ കണി കാണുന്നതിനോടൊപ്പം നമ്മളെയും കണി കാണാതെ, അതിനാണ് നമ്മൾ വാൽക്കണ്ണാടി വയ്ക്കുന്നത്. അപ്പോൾ കണ്ണാടിയിൽ നമ്മുടെ രൂപവും കാണണം, ഭഗവാനും തൊഴണം എന്നാണ് പറയുന്നത്. അപ്പോൾ രാവിലെ വരുമ്പോൾ നമ്മൾ വിളക്ക് അണഞ്ഞു പോകാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കത്തിച്ച് വയ്ക്കുക. അങ്ങനെ ഞങ്ങളുടെ കണി ഒരുക്കം പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും നല്ലൊരു വിഷുദിനം ആശംസിക്കുന്നു. ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ള വിഷുവാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു.